ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ ദിവസത്തേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനപ്പം കുറേ നാളായി വീഡിയോ ഇട്ടിട്ട്, അതായത് കുറച്ച് നാൾ ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ ഇടാറുണ്ട്. അപ്പോൾ ലോങ് വീഡിയോ ഞാൻ ഇടത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഒന്ന് ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ലോങ് വീഡിയോ ഇട്ട് ആരും കാണത്തില്ല. അപ്പോൾ എൻ്റെ ഈ ഡ്രസ്സ് കണ്ടിട്ട് ആൾക്കാർ എൻ്റെ ലൈവ് കാണണം എന്നുള്ളൊരു വിചാരിക്കും. കാരണം കുറേ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവർ വിചാരിക്കും ഇതേ ഡ്രസ്സിലാണ് ഇന്നലെ രാത്രി ലൈവ് ഇട്ടത്. അപ്പോൾ രാവിലെ ഞാൻ റീലും ചെയ്ത്. അപ്പം ഒന്നും വിചാരിക്കില്ല, മഴ കാരണം എനിക്ക് തുണിയൊക്കെ കഴുകിയിട്ട് ഉണക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഡ്രസ്സ് മാത്രമേ ഞാൻ കഴുകിയിട്ട് ഉണക്കത്തുള്ളൂ. അല്ല, ഇതുപോലത്തെ ഡ്രസ്സൊക്കെ എന്ന് വെച്ചാൽ നല്ല വെയിൽ വരുമ്പോൾ മാത്രം ഞാൻ കഴുകിയിട്ട് ഉണക്കും. നമുക്ക് ഇടേണ്ട ആവശ്യത്തിനുണ്ടല്ലോ. അതുകൊണ്ടിട്ട് ഇപ്പം ആവശ്യത്തിനൊരു ഇതുപോലത്തെ ഡ്രസ്സ് നമുക്ക് ആവശ്യത്തിന് ഇട്ടിട്ട് നമ്മൾ മാറ്റി വയ്ക്കണില്ലേ, അതുകൊണ്ടിട്ടാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ കഴുകിയിട്ട് നമ്മൾ ഉണക്കിയെടുക്കും. അപ്പോൾ ഡ്രസ്സ് വിചാരിച്ച് ഞാൻ അത് തന്നെ രാത്രി ഇട്ട് കിടന്ന് ഉറങ്ങിയെന്ന് വിചാരിക്കില്ല, ഞാൻ ഇട്ടിട്ട് മാറ്റിയതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ സ്കൂൾ പർച്ചേസ് ഒന്നും നടത്തിയിട്ടില്ല, ഇതുവരെയായിട്ട് നടത്തിയിട്ടില്ല ഗൈസ്. അപ്പോൾ ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ബുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ 2 ആഴ്ച പഠിത്തം വയ്ക്കേണ്ടെന്ന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അത് കാരണം പിള്ളേർക്കൊക്കെ അത്രയും ഒരിത്. അതുകൊണ്ട് ബുക്ക് തുറക്കാതെ തന്നെ അവർക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിക്കണമെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം. അപ്പോൾ എല്ലാ സ്കൂളിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടിട്ട് അത്രയും ഒരു എളുപ്പം കിട്ടി. അതുകൊണ്ടിട്ട് പതുക്കെ ബുക്കൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ മഴ കാരണം പുറത്തിറങ്ങിയിട്ടില്ല, ഇതുവരെയും പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് പോയി എല്ലാം വാങ്ങിക്കുക. ഇന്ന് 30-ാം തീയതിയാണ്. അപ്പം ഇന്ന് പോയി എല്ലാം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. എല്ലാം ഒന്നുമല്ല, എൻ്റെ ബുക്ക് മാത്രം. ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വർഷത്തേക്ക് വേറെ പഴയ ബാഗൊക്കെ കൊണ്ടുപോയിക്കോ, വേറെ ഒന്നുമല്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരിതുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ അറിഞ്ഞ് മക്കൾ വളരണം. അപ്പോൾ അതും കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നിനും ശാഠ്യം പിടിക്കൽ, കിട്ടണ വെച്ച് പഠിക്കണമെന്ന്. അപ്പോൾ ഈ മഴ ഭയങ്കരമായിട്ട് നിൽക്കുന്നുണ്ടിട്ട് എനിക്ക് പുറത്തിറങ്ങാൻ ഭയങ്കര പേടിയാണ്. കാരണം ഞങ്ങൾ പോണ വഴിയൊക്കെ ഭയങ്കര ചർക്കലും അഴുക്കലും ആയിട്ട് കിടക്കുവാണ് ഗൈസ്. പോണ വഴിയൊക്കെ ചള്ളു പിടിച്ച് കിടക്കുവാണ്. അത് കാരണം എനിക്ക് പോവാനും പേടി, പോവാതിരിക്കാനും പറ്റത്തില്ല. അപ്പം ഞാൻ ഈ സിറ്റിയിലോട്ട് പോയാൽ എല്ലാം വാങ്ങിക്കും. അപ്പം ഞാൻ സിറ്റിയിൽ പോകണില്ല, അത്രയും ദൂരം പോണ പൈസ ചിലവാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ പോണ പൈസ മതി അടുത്ത് ജംഗ്ഷനിൽ പോയി എല്ലാം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനും മോളും കൂടെ അങ്ങോട്ട് പോവാണ് പൈസ. അപ്പം ഞങ്ങൾ പോയി വാങ്ങിക്കട്ടെ. അപ്പോൾ എല്ലാവരും രാവിലെ കാപ്പി കുടിച്ച് വിചാരിക്കുന്നത്. ഞങ്ങൾ രാവിലെ ആഹാരമൊക്കെ കഴിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഉപ്പുമാവും കിഴങ്ങേറിയാണ്. വെളുപ്പം രാവിലെ എഴുന്നേറ്റ് അതൊക്കെ ഉണ്ടാക്കി. പക്ഷേ ആ കൊച്ച് കഴിച്ചില്ല. കൊച്ച് കഴിക്കാതെ ഇച്ചിരി കട്ടൻ ചായയും കുടിച്ചുകൊണ്ട് പോയി, ഗുളികയും കഴിച്ചിട്ട്. അപ്പം ഞാനും കൊച്ചും കൂടി ഇനി അങ്ങോട്ട് പോകണം. ഇതാണ് എൻ്റെ ഇന്നലത്തെ വേഷം, ലൈവ് വേഷം കണ്ട. അപ്പം ഞാൻ പോയിട്ട് വരട്ടെ. ഞാൻ എൻ്റെ മോളും കൂടെ പോകണം, അവളെ കൊണ്ടാ പോകണം. അങ്ങനെ കഴിച്ച് നമ്മൾ പോണ വഴിയൊക്കെ വെള്ളവും ചള്ളിയായിട്ട് കിടക്കുവാണ് കേട്ടോ. പോയിട്ട് വരട്ടാ, പോയിട്ട് വരട്ടാടാ. എന്താ ഞാൻ പോണ വഴിയുണ്ട, ഞങ്ങൾ പോണ വഴിയില്ല. കാത്തിരിപ്പതേ, ഇതാണ് നമ്മുടെ വഴി. ഈ ചെളിയിലും ചവിട്ടി പോണം. ഒത്താശി കടയിൽ പോണത്. ഞാൻ ബുക്കൊക്കെ വാങ്ങിക്കാൻ പോണം. ഇല്ല, ഞാൻ പോണില്ല ചാലയിലൊന്നും. ചാല പോണില്ല. നമ്മളത് ഞാനിട്ടിരിക്കണത് ഇതാ ഈ വീട്ടിൽ ഇരുന്ന പാൻറ്റ് ഈ ടോപ്പ് ഇട്ടിരിക്കണം. അപ്പം നമ്മൾ പോട്ടെ കൂട്ടുകാരെ. വെള്ളം ഒഴിച്ച് ഞങ്ങൾ പോയിട്ട് പിന്നെ കാണിക്കാം. ഞാൻ പറിച്ച് കഴിക്കണ പഴം കണ്ടോ, നിറയെ നിപ്പുണ്ട്. എൻ്റെ ജോലി ഇതാണ്. ഇവിടെയൊക്കെ വരുമ്പോൾ മരത്തിലുണ്ടെങ്കിൽ നിറച്ചില്ലേ ഇതുപോലത്തെ സാധനം. ആര് നിന്നാലും ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. കുട്ടിക്കാലത്ത് ഓർമ്മയുണ്ട് കേട്ടോ. ഇല്ല,
അപ്പം ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞതുപോലെ ഞാൻ നേരെ ഇതേ കടയിൽ വന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ പറയുന്ന ഫാൻസി സ്റ്റോർ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ എല്ലാ ഐറ്റംസ് സാധനമുണ്ട്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അവളാണ് കൊച്ചു മുഖം മറച്ചാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ മക്കൾക്ക് എന്ത് സാധനം വാങ്ങിക്കാനും ഇവിടെയാണ് പറഞ്ഞത്. അപ്പം ഞാൻ നോട്ട്ബുക്ക് വാങ്ങിച്ച്, പിന്നെ പെൻസിൽ വാങ്ങിച്ച്, പേന വാങ്ങിച്ച്, പല സൈസ് സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ള സാധനം വാങ്ങിക്കാം. കാരണം നമുക്ക് സിറ്റിയിൽ പോയി നമ്മൾ പൈസ ചിലവാക്കണം, അത്രയും അതേപോലെ നല്ല സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും. എല്ലാ സാധനവും കിട്ടും. എല്ലാ സാധനം എന്ന് വെച്ചാൽ എന്തൊക്കെ ഉണ്ട്, പെർഫ്യൂം ആയിരുന്നാലും എന്ത് സാധനമൊന്നും പറയാനൊന്നും പറ്റത്തില്ല, എല്ലാം ഉണ്ട്. അപ്പോൾ സ്കൂൾ കുട്ടികൾക്ക് ആവശ്യമുള്ള സാധനങ്ങളുണ്ട്, മുതിർന്നവർക്കുള്ള സാധനങ്ങളുണ്ട്, പിന്നെ പിള്ളേർ വന്നാൽ അരിച്ച് പറക്കും, അങ്ങനത്തെ സാധനങ്ങൾ മൊത്തം ഉണ്ട്. നമ്മൾ ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. എന്നാലും അവിടെ ഇരിക്കുന്ന ക്ലോക്കൊക്കെ ഞാൻ വീഡിയോയ്ക്ക് എടുത്തിട്ടില്ല, പക്ഷെ അടിപൊളി പ്രസൻറ്റേഷൻ കൊടുക്കാൻ പറ്റിയ ക്ലോക്കൊക്കെ, മറ്റേ തടിയിലൊക്കെ വലിയ ക്ലോക്കില്ലേ, അതിനൊക്കെ തുച്ഛമായ പൈസയുള്ളൂ, പക്ഷേ നല്ല അടിപൊളി സെറ്റ് സാധനങ്ങൾ. പക്ഷേ ഞാനത് എടുക്കാൻ പറ്റിയില്ലേ, അത് നിങ്ങളെ കാണിച്ചു, അല്ലാതെ ഞാനത് കണ്ടത്. എല്ലാ സാധനങ്ങളുണ്ട്. അപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള എല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കും. അപ്പോൾ എൻ്റെ മോള് ബുക്ക് പൊതിയേണ്ടതെല്ലാം വാങ്ങിച്ച്, പിന്നെ കമ്മലൊക്കെ ഇരിക്കുന്നുണ്ട്, നല്ല അടിപൊളി സാധനം. അപ്പോൾ ഞാൻ പറയുമായിരുന്നു പിള്ളേർ ഒന്ന് അരിച്ച് പറക്കുമെന്ന് പറഞ്ഞു, അത്രയ്ക്ക് നല്ല നല്ല സാധനങ്ങളിവിടെ ഉണ്ട്. പക്ഷേ ഇച്ചിരി വില കൂടുന്നല്ലോ, നല്ല സാധനങ്ങളുണ്ട്. നമ്മൾ സിറ്റിയിൽ പോയി വണ്ടി കൂലിയും കൊടുത്ത് തിരക്ക് പിടിയും കൊണ്ട് വാങ്ങിക്കണ്ട, എല്ലാം ഉണ്ട്. ഇതൊക്കെ 20 രൂപയേ ഉള്ളൂ. അപ്പം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, പിള്ളേർക്ക് ഇടാനും എനിക്കിടാനൊക്കെ കമ്മൽ വാങ്ങിച്ചിട്ടുണ്ട്. ഞാനപ്പം കമ്മലെടുത്ത് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു, കാശൊക്കെ കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ തന്നെ വാങ്ങിക്കാൻ കിട്ടും, നല്ല അടിപൊളി സാധനങ്ങൾ. അപ്പോൾ എല്ലാം വാങ്ങിച്ച് ബില്ല് പേ ചെയ്തിട്ട് നമ്മൾ പിന്നെ നേരെ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു. എന്നിട്ട് കണ്ടിട്ട് കൊതിയാവണം, കാരണം അവർ ചേച്ചി അത് വേണോ ഇത് വേണോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. പിന്നെ ഞാൻ നേരെ ഇവിടെ പച്ചക്കറി കടയിൽ വന്നു. അപ്പോൾ പച്ചക്കറി കടയിൽ വന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനമൊക്കെ അതൊക്കെ വാങ്ങിച്ച്, കാരണം ഇപ്പം പച്ചക്കറി കടയിലാണ് ആൾക്കാരൊക്കെ തിരക്കുള്ളത്. അപ്പം ഞാൻ അങ്ങോട്ട് ഇപ്പോൾ തിരക്കുണ്ടായി, ഇങ്ങോട്ടൊന്നും വലിയ തിരക്കില്ല. എന്നാലും എനിക്ക് സാധനമൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ ഇറങ്ങാൻ നിന്നപ്പോൾ നല്ല മഴ കറുത്ത്. അപ്പോൾ അവിടെ നിന്നൊരു പയ്യൻ്റെ ഓട്ടോയിൽ കയറി ഇരിക്കാൻ പറഞ്ഞു. ഞങ്ങളങ്ങനെ അവിടെ കയറി ഇരിക്കുവാണ്. അപ്പോഴത്തേക്കും അവന് സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പുറത്ത് നല്ല അടിച്ചു പോയി ഭയങ്കര മഴയായിരുന്നു. മഴയെന്ന് വെച്ചാൽ പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് മഴ. ഈ മഴയത്ത് ഞങ്ങൾ സാധനം എല്ലാം കൊണ്ട്, അപ്പോൾ അവൻ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞ്. അപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞിരിക്കുമായിരുന്നു. അന്നേരം വീട്ടിൽ വന്നതിന് ശേഷം വീഡിയോ എടുക്കാം എന്നും പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പിന്നെ അതുവരെ മൊബൈൽ താത്ത് മിണ്ടാതെ വെച്ചിരുന്നു. അതുവരെ പുറത്തുള്ള മഴയെല്ലാം കാണിച്ചു തരുമായിരുന്നു. അപ്പോഴത്തേക്ക് ആ പയ്യനും വന്ന് കയറി. എന്ത് പറയാൻ, അങ്ങനെ വീട്ടിൽ വന്ന് മഴ നനഞ്ഞ് കുതിർന്ന് വന്ന് ഗൈസ്. വീട്ടിൽ നിന്ന് ഓട്ടോയിൽ വന്നിറങ്ങിയിട്ട് പിന്നെ മൊത്തം നനഞ്ഞ് കുളിച്ച്. അതന്നെ. അപ്പം എല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ ഒരു പരുവായി. അന്നേരം ഞാൻ വിചാരിച്ചു ഇനി പാചകം ചെയ്യണ വീഡിയോ ഒന്നും എടുക്കണ്ട, ഇത് മതി, ആവശ്യത്തിനുള്ളതായല്ലോ. ഒത്തിരിയൊക്കെ ആകുമ്പോഴത്തേക്ക് എൻ്റെ മൊബൈലിൻ്റെ അവസ്ഥ എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. എനിക്ക് റേഞ്ച് പ്രോബ്ലം ഉണ്ട്, കട്ടായി പോകും. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. എനിക്ക് ലോങ് വീഡിയോ ഇട്ട് ആരും കാണത്തില്ല ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇത് കാണുമ്പോൾ മാത്രമേ എനിക്ക് വീഡിയോ ഇടാൻ തോന്നത്തുള്ളൂ, ഇല്ലെങ്കിൽ ഭയങ്കര മടിയാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, എൻ്റെ വീഡിയോ കാണണം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി തരണം. അപ്പോൾ എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി മറ്റൊരു വീഡിയോ ഇട്ട് മറ്റൊരു ദിവസം വരാം കേട്ടോ. അപ്പം ഞാൻ വയ്ക്കാൻ പോണു ഗൈസ്.